പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹോശാനയുടെ ദേവാലയ ശുദ്ധീകരണം അതിനെല്ലാം വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് പെസഹായുടെ വീഡിയോയാണ്. പെസഹായെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഇന്ന് നമ്മൾക്ക് ഇപ്പം നാളെ കഴിഞ്ഞ പെസഹയുടെ ദിവസമാണ്. കഴിയുന്നതും എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഫേസ്ബുക്കിൽ റിലീസായി കിട്ടുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കഴിഞ്ഞ 2 വീഡിയോയും റിലീസായില്ല. ഇന്നത്തെ കൂടെ 3ാമത്തെ ആവും. അതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് അങ്ങോട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരും എല്ലാവരും പരസ്പരം ഒന്ന് അറിഞ്ഞ് അത് ചെയ്ത് സഹായിക്കണം. മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണം. അപ്പോൾ നമ്മുടെ നോയമ്പിൻ്റെ പരിസമാപ്തിയിലോട്ട് ആണ് നമ്മൾ എത്തുന്നത്. ഈ 2-3 ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ ദിവസം ഏറ്റവും ഭക്തിയായിട്ട് നിൽക്കണം. ഇതൊക്കെ ധ്യാനിച്ചിരിക്കണം. നാളെ പെസഹ ആയിരിക്കുമ്പോൾ എന്താണെന്ന് ഉള്ളതറിയണം. നമ്മളൊരു ധാരാളം സുവിശേഷ പ്രഘോഷങ്ങളും എല്ലാം കേൾക്കുന്നു, ധ്യാനങ്ങൾ കേൾക്കുന്നു, കൺവെൻഷനുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും കുറച്ച് കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഇതിലൊന്നും പോകാൻ കഴിയാത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ്, അവർ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നതിനാലാണ് ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം കർത്താവ് ബഥാനിയയിലോട്ടാണ് പോയത്. അതായത് ബഥനി, അവിടെ ബഥനിയിലോട്ട് അവിടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ലാസറിൻ്റെ ഭവനമാണ് താൻ ഉയർപ്പിച്ചത്. ലാസറാണ് തൊട്ടടുത്ത മുൻപുള്ള ദിവസങ്ങളിൽ തന്നെയായിരുന്നു ഉയർപ്പിച്ചത്. അവിടെ ലാസറിൻ്റെ സഹോദരിമാരും മാർത്തായും മറിയവും ഉണ്ട്. അപ്പോൾ അവരെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അങ്ങോട്ട് പോയി അവിടെ താമസിക്കുന്നത്. കർത്താവിന് വേണ്ടുന്ന ശുശ്രൂഷകളെ ഭക്ഷണവും എല്ലാം അവിടുന്ന് അവർ ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ അവിടുന്ന് എന്ത് ചെയ്തു? പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. അവിടെ താമസിച്ചിട്ട് പ്രഭാതത്തിൽ നഗരത്തിലോട്ട് പോയി. അത് 21ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളും കാണാം. യോഹന്നാൻ്റെ സുവിശേഷം ഒഴിച്ച് മറ്റുള്ളതിലുണ്ട്. അതിൽ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 21:18 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അപ്പോൾ അതിൽ അങ്ങോട്ട് പോകുമ്പോൾ വിശക്കാനുള്ള കാരണം നമുക്ക് ഊഹിക്കാം. ഒരുപക്ഷെ മാർത്തായും മറിയവും ഒക്കെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം എഴുന്നേൽക്കുന്നതിന് മുൻപേ കർത്താവ് ആ വീട്ടിനോട് വിടവാങ്ങി പോയിരിക്കുന്നു. അത് എന്തിനാ? ദൈവാലയത്തിൽ പോയി പഠിപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഈ പീഡാനുഭവം വരെയും എല്ലാ ദിവസവും കർത്താവ് ഈ പെസഹ വരെയും എല്ലാ ദിവസവും പോയി പഠിപ്പിക്കുകയായിരുന്നു. പെസഹ മുതലാണല്ലോ പീഡാനുഭവങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ മുഴുവൻ സമയം ദേവാലയത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും നേരത്തെ തന്നെ എഴുന്നേറ്റ് പോകുമ്പോൾ വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ല ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാലമല്ലെന്നുള്ളത് അറിയാം. വിശന്നു എന്നുള്ളതും പരമാർത്ഥമാണ്. പക്ഷേ എന്തിനാണ് അവിടുന്ന് ഇത് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ വൃക്ഷം സമൂലം ഉണങ്ങിപ്പോയി. മൊത്തത്തിൽ ശിഷ്യന്മാരത് കണ്ടു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ വൃക്ഷം മുഴുവനായിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. അവിടെ ലാസറിൻ്റെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ആയിരുന്നു വിശ്രമിച്ചത്. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊന്നുമില്ലാതാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? കർത്താവ് ഈ ദേവാലയത്തിൻ്റെ കാര്യവും ദേവാലയത്തിലെ അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ഇപ്പോഴത്തെ സൻഹെദ്രിൻ സെഹിയോൻ സംഘങ്ങൾ ചെയ്യുന്ന അവിടുത്തെ ബലികളും ഇതെല്ലാം അർത്ഥശൂന്യങ്ങളാണ്, കാപട്യമാണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിന് ശേഷം കർത്താവിൻ്റെ തന്നെ സ്വന്തം സഭ നിലവിൽ വരികയാണ്. അവിടെ ദൈവാലയത്തിൽ അവിടുന്ന് ശുശ്രൂഷ അവിടുന്നെല്ലാം വൃത്തിയാക്കി അവരെയൊക്കെ
ആ കള്ളത്തരങ്ങളെല്ലാം തുറന്ന് കാണിച്ചു പറഞ്ഞു, അവരെ ആട്ടി പുറത്താക്കി. ഇനി അവിടെ ശരിയായിട്ടുള്ള ബലികൾ ഇനിയായാലും നടക്കുകയില്ലെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് തന്നെ ഈ അത്തിമരത്തെ ഒരു പ്രതീകമായിട്ട് കാണിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഈ സെഹിയോൻ, ഈ അത്തിമരം ആകുന്ന സെഹിയോൻ സഭയാകുന്ന യൂദാ സഭയാകുന്ന സൻഹെദ്രീൻ സംഘമാകുന്ന ഈ ആ സംഘം അത് ഉണങ്ങിപ്പോകും, ഇതുപോലെ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് കർത്താവിൻ്റെ സ്വന്തം സഭ, സ്വന്തം അത്തിമരം ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ മരം ഉണങ്ങിയെങ്കിൽ അടുത്ത മരത്തിൽ നിന്നുള്ള ജീവൻ ഉണ്ടാകാൻ പോകുന്നു, നിത്യജീവൻ ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ അങ്ങനെയുള്ള പ്രതീകമായിരുന്നു. അപ്പോൾ ഈ കർത്താവ് മരത്തിലാണ് മരിക്കാൻ പോകുന്നത്, കുരിശു മരത്തിൽ. കുരിശ് മരം കൊണ്ടുണ്ടാക്കിയതാണ്. ആ മരത്തിലാണ് താൻ തറയ്ക്കപ്പെടാൻ പോകുന്നത്, മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ജീവൻ വഴി ആ മരത്തിൽ നിന്ന് ഇനി ആ മരത്തെ നോക്കുന്നവർക്ക് രക്ഷ ഉറപ്പാണ്, നിത്യജീവൻ ഉറപ്പാണ്. ഇവിടെ ആ ബലികളിൽ അന്നന്നത്തെ ഒരു പ്രചോദനമാണ് കിട്ടുന്നത്, ഒരു ഇൻസ്പിരേഷൻ, അപ്പോഴത്തേക്കൊരു എന്തൂസിയാസം കിട്ടുന്നു എന്നുള്ളതാണ് ആയിരുന്നു. അപ്പോൾ ഇനി അതല്ല, അത് വേണ്ടാത്തത് പാടെ അതങ്ങ് ഉണങ്ങിപ്പോയി. ഒരു പ്രതീകമായിട്ട് കർത്താവ് കാണിക്കുകയാണ്. അല്ല, കർത്താവിനറിയാം അവിടെ ഇത് പഴത്തിൻ്റെ കാലമല്ല, അത്തിമരത്തിൽ കായ്കളില്ലാത്ത സമയമാണെന്ന് നല്ല വ്യക്തമായിട്ടറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രതീകമായിട്ട്, ഇനിയുള്ള കാലത്തിൻ്റെ കാര്യം ഒരു പ്രതീകമായിട്ട് അവിടുന്ന് കർത്താവ് അവതരിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. മുൻപ് ഇനിയും ഉള്ള മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ, ഇനിയും ഉള്ള ഫലം ഭക്ഷിക്കുന്നവർ അവർ നിത്യം ജീവിക്കുക. ആ ഫലം കർത്താവ് തന്നെയായിരുന്നു, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും തന്നെയാണ്. അപ്പം മുൻപ് ആ ഫലം ഭക്ഷിച്ച ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്. അപ്പം അവർ ഭക്ഷിച്ചു, അവർ മരണപ്പെട്ടു, അവരുടെ ആത്മാവ് മരണപ്പെട്ടു. ആ ഫലം എവിടെ? ഏദൻ തോട്ടത്തിൽ വെച്ച്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ കർത്താവ് ഇവിടെയും ഇപ്പോൾ പീഡാനുഭവത്തിൻ്റെ അനുഭവത്തിന് തൊട്ട് മുൻപും ആ അത്തിമരത്തിന് അവിടുന്ന് അതിൻ്റെ ആ ഗുണം കാണിച്ചു. അത് നശിക്കാനുള്ളതാണ്, ആ മരത്തിൽ നിന്ന് മരണമാണ്. ഇനി അടുത്ത മരണമില്ല, ആത്മാവിൻ്റെ നിത്യജീവനാണ്. അതാണ് അവിടുന്ന് കാണിക്കുന്നത്. ഇനി അടുത്ത സംഭവം ഇവിടെ കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാക്കിയുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയവും അതൊക്കെ ബൈബിൾ ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ അത് പഠിക്കാം. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇവിടെ കാണുന്നത് യേശുവിൻ്റെ പെസഹ ഭക്ഷണമാണ്, അന്ത്യ അത്താഴം അല്ലെങ്കിൽ അന്ത്യ പെസഹ. അപ്പോൾ ഈ പെസഹ ആചരിക്കുമ്പോൾ നമുക്ക് അറിയാം, കർത്താവ് പരസ്യ ജീവിതം ആരംഭിച്ചിട്ട് 3.5 വർഷമായി. അപ്പോൾ ഈ 3.5 വർഷത്തിലെന്ന് പറയുമ്പോൾ ഈ 3 പെസഹ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും മാത്രമല്ല. അപ്പോൾ ഇത് 3 കഴിച്ചിട്ടില്ല, ഇത് 3ാമത് കഴിക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുൻപ് 2 പ്രാവശ്യവും കഴിച്ചു. അതിന് മുൻപ് കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്വന്തം ഭവനത്തിൽ അപ്പനോട് ഒപ്പം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അമ്മയോടൊപ്പം കഴിയുമ്പോൾ ആണ് കഴിച്ചിട്ടുള്ളത്. അവിടെ നടത്തുന്നത്, അപ്പം അവിടെ അത് ഭവനത്തിൽ അതിൻ്റെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ അത് നടത്തിയിരുന്നത്. ഗ്രഹനാഥനാണ് അതിൻ്റെ പരികർമ്മിയായിട്ട് വരേണ്ടത്, ആ പെസഹായ്ക്ക്. അപ്പോൾ കർത്താവ് ഇത് സ്വന്തമായിട്ട്, ഇനിയിപ്പം കർത്താവാണ് പരസ്യ ജീവിതത്തിന് വന്നപ്പോൾ കർത്താവാണ് ഗുരു, കർത്താവാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ പെസഹ ഭക്ഷിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പെസഹയുടെ മെനു എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെയാണ്? 1 കുഞ്ഞാടിൻ്റെ ചുട്ട മാംസം, 2 അത് ഭക്ഷിക്കുന്നതിനുള്ള കൈപ്പിലകൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷിക്കാനുള്ളത്, 3 പുളിക്കാത്ത മാവിലുള്ള അപ്പം, 4 വീഞ്ഞൊന്നും ആദ്യം ഇല്ലായിരുന്നു കേട്ടോ, പിന്നീടുള്ള പിൽക്കാലങ്ങളിൽ അത് കൊണ്ടുവന്നതാണ്, ആ മെനുവിൽ ചേർത്തതാണ്. ഇതിന് അപ്പോൾ ഈ യഹൂദർ ഈ പെസഹ ഭക്ഷണത്തിന് പറയുന്നത് സെഡർ മീൽ എന്നാണ്. സെഡർ മീൽ. അപ്പോൾ അതിൽ ഈ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ടാണ് എടുക്കുന്നത്, തീയിൽ ചുട്ട്
എടുക്കുന്നു, ചുട്ട് വേണം ഭക്ഷിക്കാൻ. അത് ഭക്ഷിക്കുന്നതിന് ചെടിക്കാതിരിക്കാനാണ് കൈപ്പിലകളും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഭക്ഷിക്കുന്നു. ചെടിക്കാതിരിക്കാനല്ല, അതിൻ്റെ കാര്യങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്നിട്ട് വീഞ്ഞ് പിന്നീട് ചേർത്തതാണ്. അപ്പോൾ പുളിക്കാത്ത മാവ് എന്തുകൊണ്ട് വന്നു? അത് ഈജിപ്തിൽ വെച്ചാണ് ആദ്യത്തെ പെസഹ ഭക്ഷിക്കുന്നത്. ആ ചരിത്രത്തിൽ ആദ്യത്തെ ഈജിപ്തിൽ നിന്ന് അവർ തിരിച്ചു പോരാൻ നേരത്തെ പോകാൻ അനുവദിക്കപ്പെട്ടപ്പോൾ അവർ മരണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കുഞ്ഞാടിനെ കൊന്ന് ആ മാംസം ഭക്ഷിച്ചിരുന്നു. അത് അവിടുന്ന് ഉടനെ പുറപ്പെടുകയും വേണം. അവിടെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. അതിനെ പാചകം ചെയ്ത് മറ്റ് പാചകങ്ങളിലും ഇരുന്ന് ഒരു ഈസിയായിട്ട് ഇരുന്ന് ഭക്ഷിക്കാനോ ഉള്ള അവസരങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഭക്ഷിച്ചത്. പെട്ടെന്ന് പുറപ്പെടണം, ഭക്ഷിച്ച് തീർക്കുക, പുറപ്പെടുക. അപ്പോൾ ആ കുഞ്ഞാടിനെ കൊന്ന് ആ രക്തക്കറ, ആ രക്തം പുരട്ടിയിരിക്കുന്ന ഭവനങ്ങളിൽ അവർ സംഹാരദൂതൻ കയറുകയില്ല. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിച്ച് അവർ ജീവനുള്ളവരായിട്ട് തിരിച്ച് അവർ അവിടെ ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഇവിടുത്തെ അപ്പവും വീഞ്ഞും മാത്രമേ കാണുന്നുള്ളൂ. ഇവിടുത്തെ മെനുവിൽ കർത്താവിൻ്റെ ഈ പെസഹ ഭക്ഷണത്തിൽ ഈ സുവിശേഷകർ 4 പേരും രേഖപ്പെടുത്തിയിട്ടില്ല മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാം അതുകൊണ്ട് തന്നെ ഇത് ശരിയാണ്, അവിടെ അപ്പവും വീഞ്ഞും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അവിടെ കുഞ്ഞാടിനെയും കൈപ്പീലകളും എല്ലാം ഒഴിവാക്കി? പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ആ കുഞ്ഞാടിൻ്റെ മാംസമാണ് ഏറ്റവും പ്രധാനം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുമാനിക്കണം, നമ്മൾ അത് വിശ്വസിക്കണം. അനുമാനിക്കണമെന്നല്ല, നമുക്ക് ഊഹിക്കാം, അത് വിശ്വസിക്കുകയും ചെയ്യാം. കാരണം 4 പേരും ഒരുപോലെ അത് പറയുന്നുണ്ട്. അവിടെ അതൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ വിഭവങ്ങൾ പറയുന്നുണ്ട്, അപ്പവും വീഞ്ഞും മാത്രമാണ്. അപ്പോൾ അവിടുന്ന് ഈ കുഞ്ഞാടിൻ്റെ കാര്യം എന്താണ്? തങ്ങളുടെ സർവ്വകുറ്റങ്ങളും പാപങ്ങളും എല്ലാം അതിന്മേൽ ചുമത്തിയിട്ടാണ് അതിനെ കൊല്ലുകയാണ്. അതിനെ കൊന്ന് പെസഹ ഊനമില്ലാത്ത ആടിനെയാണ് എടുക്കുന്നത്. യാതൊരു ദോഷങ്ങളുമില്ലാത്ത, കുറവുകളുമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞാടിനെ എടുത്താണ് അവർ പെസഹ ഭക്ഷണത്തിന് ഒരുക്കുന്നത്. ഇവിടെ പെസഹ ഭക്ഷണത്തിനുള്ള കുഞ്ഞാട് യേശു തന്നെയാണ്. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് യേശു തന്നെയാണ് അവിടെ കുഞ്ഞാടിൻ്റെ മാംസം. അതുകൊണ്ട് അവിടെ വേറെ കുഞ്ഞാടിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത ദിവസം മുതൽ ഈ കുഞ്ഞാടിൻ്റെ മാംസം തന്നെ ഭക്ഷിക്കേണ്ടുന്നതായിട്ട് വരും, ഈ രക്തവും പാനം ചെയ്യേണ്ടുന്നതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ രക്തത്തിന്, കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരുന്നപ്പോൾ അത് അവർ ജീവനുള്ളവരായിട്ട് തിരിച്ചു പോയതെന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ടാണ്. തിടുക്കത്തിൽ അവരെ ഈജിപ്തുകാർ അനുധാവനം ചെയ്യുന്നതിന് മുൻപേ ഒളിച്ച് പുറപ്പെടുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ജീവനുള്ള രക്തത്തിലാണ് ജീവൻ. അതുകൊണ്ടാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ രക്തമാണ് കട്ടിളപ്പടികളിൽ അന്നത്തെ ഈജിപ്തിൽ വെച്ച് അവർ പുരട്ടിയിരുന്നത്. പിൽക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നീട് അവരുടെ മേൽ തളിക്കുന്നതും ആ രക്തമായിരുന്നു. ഇനിയിപ്പം അടുത്ത യേശുവാകുന്ന കുഞ്ഞാടിൻ്റെ രക്തം, അതാണ് ജീവനുള്ള, അത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റുള്ള ബലികൾ എല്ലാം തീർന്നു, അതെല്ലാം നശിച്ചു. അതാണ് അത്തിമരത്തിലും എല്ലാം സംഭവിച്ചത്. അത്തിമരം ഉണങ്ങിയതും ദേവാലയ ശുദ്ധീകരണത്തിലുമൊക്കെ. ഇനിയുള്ള ഈ ബലികൾ അതോടെ നിൽക്കുകയാണ്. ഇനി അടുത്ത ബലി കർത്താവാകുന്ന യേശു മിശിഹായുടെ സഭയാകാൻ സ്ഥാപിച്ച പുതിയ നിയമ സഭയാകുന്ന പുതിയ നിയമ ഇസ്രായേൽ ആണ് രൂപപ്പെട്ടു വരികയാണ് സെഹിയോൻ സഭ. അതാണ് ഇന്നും നമ്മുടെ സഭയിൽ എന്നെന്നും ആയിട്ട് ദിവ്യബലി അവതരിപ്പിക്കുന്നത്, ആഘോഷിക്കുന്ന ദിവ്യബലി നടത്തുന്നത്. അത് ദിവസവും നടത്തുന്നു. അപ്പോൾ അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്, അപ്പോൾ കൈപ്പില ഒഴിവാക്കി അതും പറയാം. കൈപ്പില എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പീഠാനുഭവങ്ങൾ തന്നെയാണ്. കർത്താവിൻ്റെ പീഠാനുഭവവും ആ കുരിശിൽ തറച്ചുള്ള മരണവും വേദനയും തന്നെയാണ്. ആ ഒരു പ്രത്യേകം ആ വേദന സഹിക്കാൻ മറ്റൊരു മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വേദനയായിരുന്നു കുരിശിൽ തറയ്ക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ കഴിയുന്ന ആ ചമ്മട്ടിയടി, അത് ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയായിരുന്നു. ചമ്മട്ടിയടി അവിടെ സാധാരണ ചമ്മട്ടിയടിയുണ്ട്, പിന്നെ
ലഘുവായത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഗുരുതരമായതുകൊണ്ട് സാധാരണ കുറച്ചുകൂടെ കടുപ്പമേറിയ ചമ്മട്ടിയടിയുണ്ട്. ഇത് ഏറ്റവും ക്രൂരമായ കാഠിന്യമേറിയ കഠിനമായിട്ട് പ്രഹരിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പോഴത് ആ കഠിനമായ പ്രഹരമായിരുന്നു ഇവിടെ കർത്താവിന് കിട്ടിയ ചമ്മട്ടിയടി, ആ മൂന്നാമത്തത്, ഏറ്റവും അവസാനത്തത്. ഇത് പുറമെല്ലാം കീറി മുറിഞ്ഞ് ചാലുകൾക്ക് പോലെ മാംസമെല്ലാം കീറി മാറി, തൊലിയും മാംസമെല്ലാം കീറി മാറി, അങ്ങനത്തെ പ്രഹരമായിരുന്നു, കഠിന പ്രഹരമായിരുന്നു. അപ്പോൾ ഇതാണ് ആ വേദനയുടെ കയ്പ് നിറഞ്ഞ ആ കുരിശിൽ തറയ്ക്കുന്നതും അറിയാമല്ലോ, ഊഹിക്കാമല്ലോ. ആ വേദനകൾ ഉള്ളപ്പോൾ അത് തന്നെയാണ് ഇനിയും കയ്പിലകളുടെ ആവശ്യമില്ല. മനുഷ്യർക്ക് കയ്പ് അനുഭവിക്കുന്നതിന്, തിക്തം അനുഭവിക്കുന്നതിന് ഇത് കർത്താവിൻ്റെ ആ പീഠാനുഭവങ്ങളുടെ ധ്യാനം തന്നെയാണ് ആവശ്യമെന്ന് കർത്താവിന് മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് ഇനി അടുത്തത് പുതിയ ഉടമ്പടി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പഴയ ബലി, മൃഗത്തെ കൊന്ന് ബലി അർപ്പിക്കുക എന്നുള്ളത് ആ തീർന്നു. ഇനിയും ബലി, അങ്ങനെ ഹിംസ ഇല്ല. അതിനുശേഷം ജീവനാണ് ഉള്ളത്, നിത്യജീവൻ പ്രദാനം ചെയ്യുകയാണ്. അത് കർത്താവിൻ്റെ മാംസവും രക്തമാണ്. അങ്ങനെ പുതിയ ഉടമ്പടി അവിടെ ഈ പെസഹായോട് കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ മാംസം അവിടെ എടുക്കാഞ്ഞത്. അപ്പോൾ കർത്താവ് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞാണ് ഇത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞു തന്നെയാണ്. ആദ്യം സാധാരണ ഭക്ഷണം കഴിച്ചു, അവരുടെ വിശപ്പിനുള്ള ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. അപ്പവും വീഞ്ഞും എടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ പാപമോചനത്തിനായിട്ട് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നത് എൻ്റെ ഉടമ്പടിയുടേതുമായിട്ടുള്ള എൻ്റെ രക്തമാണ്. അത് കഴിഞ്ഞിട്ട് അതിന് മുൻപ് അത് അപ്പവും എടുത്ത് ആശീർവദിച്ച് മുറിച്ചു അവർക്ക് കൊടുത്തു, എൻ്റെ ശരീരമാണെന്ന്. ഇനിയും ഇതാണ് ഭക്ഷിക്കുന്നത്. എന്തുകൊണ്ട് കർത്താവിൻ്റെ മാംസവും രക്തവും തന്നെ കഴിച്ച് ജീവൻ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവുടെ സുവിശേഷത്തിൽ അവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെന്തുകൊണ്ട് അപ്പവും അതിന് പകരം, ശരീരത്തിന് പകരം അപ്പവും വീഞ്ഞിന് രക്തത്തിന് പകരം വീഞ്ഞുമാക്കിയത് എന്ന് ലഹരിയുള്ള വീഞ്ഞുമാക്കി. ലഹരി എന്നല്ല, അതിന് പറയുക ഒയിനോസ് എന്ന് പറഞ്ഞാൽ മുന്തിരി ചാറാണ്. വീഞ്ഞെന്നുള്ളത് നമ്മൾ പറയുന്നു, അതിനുണ്ട് ചെറുതായിട്ടുള്ള, വളരെ ചെറിയ. അപ്പോൾ ആ രക്തത്തിൽ കർത്താവിൻ്റെ തിരുശരീരം നമ്മൾക്ക് മാംസമായിട്ട് ഭക്ഷിക്കാൻ പറ്റുമോ? അവിടെ ആളുകൾക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും പറയുന്നുണ്ട്, കർത്താവ് ഇത് പറയുമ്പോൾ അനേകർ വിട്ടുപോയി. എൻ്റെ മാംസവും എൻ്റെ ശരീരവും എൻ്റെ രക്തവും, ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ആർക്കും പറ്റുകയില്ല, ഒരുത്തർക്കും പറ്റുകയില്ല. സാധാരണ എന്നല്ല, അല്ലാത്തവർക്കും ഒരുത്തർക്കും പറ്റുകയില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിട്ടുപോയത്. പക്ഷേ ശിഷ്യർക്ക് അത് മനസ്സിലായി. കർത്താവ് പലപ്പോഴും ഇങ്ങനെ ഉപമകളിലൂടെ പറയുന്നു, അതിനകത്ത് അർത്ഥമുണ്ട്, കാര്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് അവർ വിട്ടുപോകാതെ നിത്യജീവൻ്റെ വചസ്സുകൾ നിന്നിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് പറഞ്ഞ് അവിടെ അവരുടെ കൂടെ ശിഷ്യരെല്ലാവരും കൂടെ അവിടെ നിന്നത്, കർത്താവിൻ്റെ കൂടെ തന്നെ നിന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ മനുഷ്യമാംസം ഭക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അത് ഈ മാംസമായിട്ട്, ഈ അപ്പമായിട്ട് മാറ്റിയ, പുളിപ്പിക്കാത്ത അപ്പമായിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പുളിപ്പിക്കാനുള്ള സമയമൊന്നും ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ ഇല്ലായിരുന്നു. മാവ് പുളിപ്പിക്കാൻ കുഴയ്ക്കുക, ഉടനെ ചുടുക, അതായിരുന്നു. പരത്തുക, ചുടുക, അതായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പുളിപ്പില്ലാത്ത അപ്പമാണ് യഹൂദർ പിൽക്കാലത്ത് ഇങ്ങോട്ട് അത് ആചരിച്ച് വന്നതും അത് തന്നെയാണ്. ഇതെടുക്കുമ്പോൾ അവർക്ക് അറിയാം, അവരത് മറ്റുള്ള പറഞ്ഞു കൊടുക്കും. ഇനി ഇത് എടുത്ത് ആർക്കാണ് കൊടുക്കുന്നത്? അതിന് മുൻപ് വീഞ്ഞിൻ്റെ കാര്യം കൂടെ പറയാം. വീഞ്ഞ് ഈ രക്തമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുടിക്കുമോ? മനുഷ്യരക്തമല്ല, പോയിട്ട് ഒരു രക്തവും കുടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് വീഞ്ഞാക്കിയ, മനുഷ്യൻ ആഹാരത്തിന് ഉപയോഗിക്കുന്നതാണ് വീഞ്ഞ്. ഇനി ആ വീഞ്ഞിന് ലഹരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ലഹരി, അതെ, കർത്താവിൻ്റെ രക്തത്തിന് ലഹരിയുണ്ട്. അത് മനുഷ്യരെ ഉന്മത്തരാക്കും, ആത്മീയമായി ഉന്മത്തരാക്കും. അതിന് ലഹരിയുണ്ട്. ആ വചനത്തിന് ലഹരിയുണ്ട്. കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്ക് ലഹരിയുണ്ട്. അതവിടെ ലഹരി ഉണ്ടാകും. ആണ് വീഞ്ഞ് തന്നെ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെ അവരുടെ രോഗങ്ങൾ സുഖമാകും, പിശാചി വിട്ടുപോകും, അകന്നു പോകും. ആ ബലി അർപ്പിക്കുന്ന പ്രദേശവും
അവിടെ പരിശുദ്ധമാകും, ശുദ്ധമാകും, വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാത്ത എന്നാൽ ചോദിക്കും, എല്ലായിടത്തും ഇല്ല, കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ. മറ്റ് അപ്പസ്തോലിക സഭകളിലും ഉണ്ട്, ചിലരുണ്ട്. അപ്പോൾ പക്ഷേ ഇത് അനുവർത്തിക്കാത്തവർക്ക് ദിവസവും അവരുടെ അത് തെറ്റുകളുണ്ടായി അവർ ഈ 1600 വർഷങ്ങളും ക്രിസ്തുവിന് ശേഷം ഇത് ആഘോഷിച്ചുകൊണ്ടിരുന്നവർ 1600 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുന്ന് വിട്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വിട്ടുപോകുന്നു. അപ്പോൾ അതിന് ശേഷം അവർക്കത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്തിനാ അവർ അതിൽ നിന്ന് മാറി. ഇവിടെ ഞാൻ പറയുന്നുണ്ട്, പെസഹ ഭക്ഷണം കൊടുക്കുന്നത് പറയുന്നു. പെസഹ ഇനിയും കർത്താവ് ഞാൻ ചുരുക്കി പറയാൻ പെട്ടെന്ന് വിശദീകരിക്കുന്നില്ല. അടുത്ത ബൈബിൾ പഠന ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കുന്നതായിരിക്കും, ഓരോ സംഭവങ്ങളും ഓരോ വാക്യങ്ങളും. അപ്പോൾ പെസഹ ഭക്ഷണത്തിന് എങ്ങനെയാണിരുന്നത്? ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. കർത്താവ് 13-ാം അധ്യായം കർത്താവ് പറയുന്നുണ്ട്, എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്, നിങ്ങളൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, അത് എൻ്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ തന്നെയാണ് എന്ന് പറയുന്നു. ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഇത് സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് അറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. അപ്പോൾ അവിടുത്തെ ആ ഇരിപ്പിടം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഗുരു ഇത് പ്രധാന പരികർമ്മിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ, ആ ശിഷ്യ സമൂഹത്തിൻ്റെ ആകുന്ന ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട് അവിടെ ഇരുന്ന് പെസഹ ഭക്ഷിക്കുന്നു. പെസഹ ഒരുക്കി വെച്ചിരിക്കുന്നു. ശിഷ്യന്മാർ പോയി ഒരുക്കി. മർക്കോസിൻ്റെ ഭവനമാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അവിടെ ഒരുക്കിയിട്ട് കർത്താവ് അവിടെ ഇരിക്കുന്നു. കർത്താവിൻ്റെ തൊട്ടടുത്ത്, അപ്പോൾ ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, അക്ഷസിൽ ചാരി കിടന്നുകൊണ്ട് യോഹന്നാൻ കർത്താവിനോട് ചോദിക്കുന്നത്, ഇത് ആരാണ് ഒറ്റിക്കൊടുക്കുന്നതെന്ന്, നിങ്ങളിൽ ഒരുവനെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനുള്ള സ്ഥലം, അപ്പോൾ അതിൻ്റെ അർത്ഥം വക്ഷത്തിൽ ചാരി കിടക്കണമെങ്കിൽ കർത്താവിൻ്റെ വലതുവശത്ത് യോഹന്നാൻ തന്നെ ആയിരിക്കണം ആദ്യം ഇരുന്നത്. അപ്പോൾ ശിമയോൻ ഏറ്റവും മൂത്തവനോ ഇടതുവശത്തായിരുന്നിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ആയിരിക്കണം, യോഹന്നാൻ്റെ തൊട്ടടുത്തായിരിക്കണം ഈ യൂദാസ് ഇരുന്നത്. അപ്പോൾ ആ മൂപ്പ് ഇളമ നോക്കിയാണ് ആ വരുന്നത്. കർത്താവിൻ്റെ അടുത്ത് ഏറ്റവും ഈ പെസഹ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പഴയ നിയമത്തിലൊക്കെ പറയുന്നുണ്ട്. നമ്മളത് പുറപ്പാടിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ പറയാം, ഉൽപ്പത്തിയിലും പറയുന്നുണ്ട്. ആദ്യം ഏറ്റവും ഇളയ കുഞ്ഞിനാണ് ഗ്രഹനാഥൻ കൊടുക്കുന്നത് പെസഹ ഭക്ഷണം, അപ്പം, ആ മാംസം. അത് കൊടുക്കുമ്പോൾ അത് എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അപ്പോഴവൻ ചോദിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഇതെന്തിനാണ് എന്താണിത് എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ നിന്ന് ഉള്ള സംഭവം, പെസഹ ആ പുറപ്പാട് സംഭവം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും അവർ. അപ്പോൾ അത് കഴിഞ്ഞ് കൈപ്പിലകൾ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് അവൻ ചോദിക്കും. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഇല. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈജിപ്തിൽ അനുഭവിച്ച പീഡകളുടെ, അടിമത്തത്തിൻ്റെ ആ നുഖത്തിൻ്റെ വേദനകൾ, കഷ്ടതകൾ, ദീർഘങ്ങളായ തലമുറ 40 തലമുറകൾ അനുഭവിച്ചത് അത് അവർക്ക് വിവരിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഏറ്റവും ഇളയവൻ കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് അതിൻ്റെ അടുത്തത്. അപ്പോൾ ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവൻ യോഹന്നാനായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ യോഹന്നാൻ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. മറ്റുള്ള ശിഷ്യന്മാരും എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ മറ്റുള്ള എന്തിനേക്കാളും കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ യൂദാസ് മാത്രം അതിൽ വ്യത്യാസമുണ്ട്. യൂദാസ് എപ്പോഴും ഗുരു എന്ന് വിളിച്ചിട്ടുള്ളൂ. കാരണം അവിടെ കർത്താവെ എന്ന് വിളിച്ചിട്ട് യൂദാസുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ കാണുന്നില്ല. കാരണം യൂദാസിന് ആ കർത്താവെ എന്നുള്ള സമർപ്പണം ആദ്യം മുതലേ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. പണസഞ്ചി അതാണ് തിരഞ്ഞെടുത്ത് അവിടെ അദ്ദേഹം തന്നെ ഉത്തരവാദിത്വം ഏറ്റത്.
അപ്പോൾ അവിടെ ഒരു ഗുരു ശിഷ്യ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമർപ്പണ ബന്ധം, ആ ആത്മബന്ധം ഇല്ലായിരുന്നു കർത്താവ് എന്നുള്ളത് യൂദാസിന്. അപ്പം യോഹന്നാൻ്റെ അടുത്ത് യൂദാസ് ഇരുന്നിരിക്കണം. കർത്താവ് അപ്പം മുക്കി. കാരണം തൊട്ടടുത്ത് യോഹന്നാൻ ഇരിക്കണമെങ്കിൽ എല്ലാ പെസഹായാലും അതിന് മുൻപുള്ള പെസഹകളിലെല്ലാം, കാരണം യോഹന്നാൻ വീണ്ടും അവിടെ ഇരിക്കുന്നത് ഈ നിയമം കൊണ്ടാണ്. കർത്താവ് അപ്പം മുക്കി ഏറ്റവും ഇളയവന് കൊടുക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതെല്ലാം പറയണം. നമ്മുടെ ഭവനങ്ങളിലും പ്രിയപ്പെട്ടവരെ ഇത് തന്നെയായിരിക്കണം ചെയ്യേണ്ടുന്നത്. ഏറ്റവും ഇളയ സന്തതിക്ക് ഏറ്റവും മൂത്തയാൾ വലിയപ്പച്ചനുണ്ടെങ്കിൽ വലിയപ്പച്ചനാണ് ചെയ്യേണ്ടത്. സ്ത്രീകളല്ല, വലിയ പുരുഷന്മാർക്കാണ് അതിൻ്റെ അവകാശം. അപ്പോൾ ഇല്ലാത്തടത്ത് അത് അടുത്ത ആൾ. അപ്പം ഇല്ലെങ്കിലും ആരുമില്ലെങ്കിൽ അത് അമ്മ തന്നെ ആയിരിക്കണം, വല്യമ്മച്ചി തന്നെ ആയിരിക്കണം. അപ്പോൾ ഏറ്റവും മൂത്തവർ തന്നെയാണ് അത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇതല്ല മറ്റ് പുരോഹിതരോ അല്ല മറ്റുള്ളവരാരും എല്ലാവർക്കും കയറി മുറിക്കാവുന്നതല്ല. ആദ്യം കൊടുക്കുന്നത് ഏറ്റവും ഇളയവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടുന്ന കാര്യം. ഇതുകൊണ്ടാണ് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ ചോദിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ സമയത്തും അത് ആവർത്തിക്കണം, ഓരോ വർഷവും എന്നുള്ളതാണ്. കാരണം ആ ഓർമ്മ നമ്മുടെ ബോധതലങ്ങളിൽ അകത്തത് മുദ്ര വെച്ച് ഇരിക്കണം, അത് ഉണ്ടായിരിക്കണം, പതിഞ്ഞിരിക്കണം, ഇളക്കാൻ പറ്റാത്ത ഒരു മുദ്രയായിട്ട്. അപ്പോൾ അതിന് അങ്ങനെ ഇവിടെ സംഭവിച്ചത്, യോഹന്നാൻ ഈ പ്രാവശ്യവും കർത്താവിൻ്റെ അടുത്തിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പക്ഷത്തിൽ ചാരി കിടക്കാൻ പറ്റിയത്. കർത്താവ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യോഹന്നാനാണ് പറയുന്നത്. എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. യോഹന്നാൻ കൂടുതലായിട്ട് സ്നേഹിച്ചിരിക്കുക ഇല്ലെന്നല്ല പറയുന്നത്, കർത്താവിനും ആ സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പക്ഷേ ഒരു ബാലിശ സ്വഭാവം യോഹന്നാന് ഉണ്ടായിരുന്നു, അത് കാര്യം ശരിയാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു. അത് ആ സ്വഭാവത്തിൽ രക്തത്തിൻ്റെ ഇടിമുഴക്കത്തിൻ്റെ മക്കളെന്നാണ് അവർ രണ്ടുപേരും സഹോദരങ്ങൾ യോഹന്നാനെയും യാക്കോബിനെയും ഇവിടെ സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് അത് കഴിഞ്ഞ് അതിൻ്റെ യോഹന്നാന് കൊടുക്കാതെയാണ് അതിൻ്റെ അപ്പുറത്തിരുന്ന് യൂദാസിന് എഴുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരിക്കണം എൻ്റെ അടുത്താണ്, എനിക്ക് വേണ്ടിയാണ് എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തരാതെ എന്ത് ചെയ്തു? അത് അതിൻ്റെ അടുത്തിരുന്ന ആൾക്ക് കൊടുത്തു. യൂദാസിന് കൊടുത്തിട്ട് അപ്പോൾ യോഹന്നാന് ഇച്ചിരി വിഷമം തോന്നിക്കാണും. എന്നിട്ടാണ് പറഞ്ഞത്, എനിക്ക് ഇത് ഒരുത്തൻ നിങ്ങളൊരുത്തൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു എല്ലാവർക്കും സംശയമായി ഇതാരായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് പത്രോസ് ആഗ്യം കാണിച്ചത്. പത്രോസ് നേരെ എതിർവശത്താണല്ലോ, ഇടതുവശത്ത് അവിടെ അധികാരിയായിട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ മൂപ്പൻ. അപ്പോൾ ആഗ്യം കാണിച്ച് ചോദിച്ചത് യോഹന്നാനെ നേരെ എതിർവശത്താണ്. അപ്പോൾ ഒന്ന് ചോദിക്കുന്നത് കർത്താവിനോട് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അല്ലാതെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അങ്ങനെ ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവർ പറഞ്ഞ് ഫലിപ്പിക്കാനും മനുഷ്യരെ ഇളക്കാനും വേണ്ടി, വികാരം കൊള്ളിക്കാനും വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതല്ലാതെ അതിൻ്റെ മർമ്മം ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിപ്പിടത്തിൻ്റെ ആ രീതി കൊണ്ട് പത്രോസ് ചോദിക്കുന്നു, യോഹന്നാൻ ചാരി കിടക്കുന്നു ചോദിക്കുന്നു. പക്ഷേ അത് പറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല ചോദിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് യൂദാസിന് കൊടുത്തു. യൂദാസ് അത് സ്വീകരിച്ചും കൊണ്ട് ഉടൻ തന്നെ പുറത്തു പോയി അവിടെ വന്നുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ പെസഹ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം. പെസഹ ഭക്ഷണം ഭവനങ്ങളിലാണ് നടക്കേണ്ടുന്നത്, ദൈവാലയത്തിലല്ല. ദൈവാലയത്തിൽ നടക്കുമ്പോൾ നമ്മൾ ദൈവാലയ കുടുംബം എന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ അവിടെ അപ്പം മുറിക്കേണ്ടുന്നത് പുരോഹിതനല്ല. പുരോഹിതൻ അതിൽ പങ്കില്ല. പുരോഹിതൻ ജയിക്കേണ്ടുന്നത് പ്രായമായ അപ്പച്ചനെ കൊണ്ടാണ്, ഏറ്റവും മുതിർന്ന ഇളവകയിൽ പള്ളിയിലുള്ള കാരണവരെ കൊണ്ടാണ് അത് ചെയ്യിക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും ഇളയ കുഞ്ഞിന് വേണം കൊടുക്കാൻ, സംസാരിക്കാൻ കഴിവുള്ള കുഞ്ഞിന് വേണം അത് കൊടുക്കണം, കഴിക്കാൻ കഴിവുള്ള കുഞ്ഞിന് കൊടുത്തിട്ട് അവന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പള്ളികളിലൊന്നും പറഞ്ഞു കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യേണ്ടുന്നത് അവന് കൊടുത്തും കൊണ്ട് ഒരു സൺഡേ സ്കൂൾ അധ്യാപിക, അപ്പോൾ അച്ഛന് പറയാൻ പറ്റില്ല, അച്ഛൻ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനോ അധ്യാപിക ഉണ്ടായിരിക്കണം. ഏറ്റവും മൂത്തയാളത് പറഞ്ഞു കൊടുക്കണം. കാര്യം ഇന്നതാണ്, ചുരുക്കം 3-4 വാക്യത്തിൽ എല്ലാം ഓരോന്നിൻ്റെയും കാര്യം, കൈപ്പിലയുടെയും അപ്പത്തിൻ്റെയും പുളിക്കാത്ത അപ്പത്തിൻ്റെയും കാര്യം പറഞ്ഞു കൊടുക്കാം. അത് അവരുടെ മനസ്സിൽ പതിയണം. അത് ചെയ്യുന്നില്ല. അപ്പം പറഞ്ഞത് കുറ്റപ്പെടുത്തി പറയുകയല്ല, അതിനുള്ള സമയങ്ങൾ കാരണം കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ നമ്മൾ പറഞ്ഞു അങ്ങനെ വിടുമ്പോൾ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ
വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യൂദാസിനെ ആദ്യം കൊടുത്തു. എന്തുകൊണ്ട് യൂദാസിന് കൊടുത്തു? അവൻ പാപിയാണ്, ഏറ്റവും ലോകത്തിൽ ഏറ്റവും വലിയ തിന്മ ചെയ്യാൻ പോകുന്നവന് എന്തുകൊണ്ട് കർത്താവ് വിശുദ്ധ കുർബാന കൊടുത്തു? അവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അവന് കൊടുത്തു, അവൻ പോയി ചെയ്യട്ടെ, അവന് സമയമില്ലായിരിക്കാൻ. എന്നിട്ട് അവൻ എന്തു പറ്റി സ്വീകരിച്ചപ്പോൾ? യോഗ്യതയില്ലാത്തവൻ സ്വീകരിച്ചപ്പോൾ വൈദികൻ ചിലപ്പോൾ കൊടുത്തെന്ന് വരും. നമ്മുടെ ഇടയിലുള്ള ആരെങ്കിലും യോഗ്യതയില്ലാത്തവർ ചെന്നാൽ ഇത് വെറും മോശമായ ജീവിതത്തിൽ നിന്ന് തന്നെ ജീവിത ബന്ധാവിൽ നിന്ന് വരുന്നവരുണ്ട്. അവർ നിരന്തരം വഴക്കാളികളും കലാപകാരികളും ആരെയും വകവയ്ക്കാത്തവരും ഒക്കെ ആയിട്ട് ഉള്ളവർ, പള്ളിയിൽ സമയത്തിന് വരാത്തവരും, ഇതിൽ പ്രാർത്ഥനകളോ പ്രാർത്ഥനകളോ ഒന്നും ഇല്ലാത്തവരും ഒക്കെ കാണും. അവരൊക്കെ വന്നന്ന് വിശുദ്ധ കുർബാന പെസഹായിലും ഒക്കെ അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഒക്കെ സ്വീകരിച്ചെന്ന് വരും. അത് പാടില്ല. അവനിൽ പ്രവേശിച്ചാരാ? യൂദാസിൽ പ്രവേശിച്ച് ഇങ്ങനെ വന്നപ്പോൾ പ്രവേശിച്ചത് ആരാ? സാത്താനാണ്. ആ പിശാച് അവനിൽ പ്രവേശിച്ചു. സ്വീകരിച്ചതിനെ തുടർന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പ്രതിവചിച്ച് അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പകഷ്ണം മുക്കി ശിമയോൻ ഇസ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഇതുപോലാണ് നമ്മളിലും സംഭവിക്കുന്നത്. വിശുദ്ധ കുമ്പസാരമില്ലാതെ തങ്ങളുടെ കുറ്റങ്ങൾ ഒന്നും മോചിക്കപ്പെടാതെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അത് പക്ഷേ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിശുദ്ധ കുമ്പസാരം എന്ന് പറയുമ്പോൾ നമുക്ക് സഭ ഏർപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 23, 24, 25 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്തുവാ? നീ ബലിയർപ്പിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നല്ല, അതുകൊണ്ട് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? കോപങ്ങളോ കാലുഷ്യമോ ഉണ്ടെങ്കിൽ പോയി അവരോട് രമ്യതപ്പെട്ടുകൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടനെ ഒന്നും പോയി അങ്ങനെ പെട്ടെന്ന് പോയി രമ്യതപ്പെടാതെ പോയി വിശുദ്ധ കുർബാന അല്ലെങ്കിൽ പെസഹ സ്വീകരിക്കാൻ പാടില്ല. ആ ദിവസവും നമ്മൾ അനുവർത്തിക്കേണ്ടുന്നതാണ്. അത് നമ്മൾ സാധാരണ ചെയ്യാറില്ല. അവിടെ വരുമ്പോൾ യൂദാസ് ഇതിന് തൊട്ട് മുൻപ്, ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപ് യഹൂദ പ്രമാണികളുടെ അടുത്ത് പോയി ആലോചിക്കുകയായിരുന്നു, ഗുരുവിനെ ഒറ്റിക്കൊടുത്താൽ എനിക്കെന്ത് തരുമെന്ന്. 30 വെള്ളിക്കാശിന് പറഞ്ഞ് ഒപ്പിച്ചിട്ടാണ്, വിലയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് പറയും, നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോയിക്കൊള്ളണം, അല്ലെങ്കിൽ അവൻ ഭയങ്കരനാണ്, കടന്നു കളയും, നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല, നിങ്ങളൊക്കെ സ്തബ്ധരായി നിന്നു പോകും. അപ്പോൾ അങ്ങനെ കർത്താവ് ഒരുപാട് പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ സമയമാകാതിരുന്നതുകൊണ്ട് അങ്ങനെ കർത്താവ് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ സംഭവമാണ് ഇവിടെ വരുന്നത്. അതുപോലെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതുപോലെ യൂദാസിനെ പോലാണ് പലപ്പോഴും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. എനിക്ക് എൻ്റെ തോന്നലായിരിക്കും. അപ്പം ഒരുക്കമില്ലാതെ നമുക്ക് അവിടെ പോയി വിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്ന പോലെ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവർക്ക് പോയി ഉടനെ ബലിവസ്തു അവിടെ വെച്ചിട്ട്, വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ വെച്ചിട്ട് അവിടെ ഓടിപ്പോയി ക്ഷമ ചോദിച്ചിട്ട് അവനോട് കെട്ടിപ്പിടിച്ച് നമ്മളെ രമ്യപ്പെടണം എന്നും പറഞ്ഞ് എനിക്ക് ബലിയർപ്പിക്കാനുണ്ടെന്നും പറഞ്ഞ് പോകാൻ സമയമില്ല. അതിനാണ് സഭ വിശുദ്ധ കുമ്പസാരം വെച്ചിരിക്കുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് മുൻപ് വിശുദ്ധ കുമ്പസാരം നടത്തണം. എന്നാൽ അപ്പോഴും തന്നെ വേണമെന്നില്ല, അച്ഛൻ്റെ കുറ്റമല്ല, അച്ഛൻ കുമ്പസാരം വെച്ചില്ലെന്നല്ല, സമയമുള്ളപ്പോൾ പോയി കുമ്പസാരിക്കാം. പോയി കുമ്പസാരിച്ച് ആ പരിശുദ്ധിയിൽ വന്ന് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതൊക്കെ മുടക്കുന്നവർക്ക് അതിനുള്ള അവകാശമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തിടുക്കത്തിലുള്ള പെസഹ ഭക്ഷണമാണ് ആദ്യത്തെ പെസഹ എങ്കിൽ ഇവിടെ സമാധാനത്തിലുള്ളതാണ്. സമാധാനമുണ്ട്. പോയി കുമ്പസാരിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചെന്ന് ഉറപ്പ് വരുത്തിയാണ് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റി ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് പിന്നെയുള്ള സമയങ്ങളിൽ ബൈബിൾ ക്ലാസ് വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് കൂടുതൽ വിശദീകരിച്ച് പറയാം. അപ്പോൾ എന്തുവാ, യൂദാസ് പുറത്തു പോയി, അവൻ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, അപ്പകഷണം ഈ 13-ാം അധ്യായം 30-ാം വാക്യം,
അപ്പോൾ ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി. അപ്പോൾ രാത്രിയായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. അതൊരു പ്രതീകമാണ്, അന്ധകാരമാണ്. ഈ കുർബാന സ്വീകരിക്കുന്ന അന്ധകാരത്തിൽ തന്നെയാണ് വീണ്ടും ഇങ്ങനെ യോഗ്യതയില്ലാതെ സ്വീകരിക്കുമ്പോൾ അവൻ അന്ധകാരത്തിൽ തന്നെ തുടരുകയാണ്, വലിയ പാപിയായിട്ട് മാറുകയാണ് ഓരോ സമയവും സ്വീകരിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും സ്വീകരിക്കണമെന്നാണ്. ദിവസവും സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് ആത്മീയമായി സ്വീകരിക്കാം. അപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കെന്നും പോകാൻ പറ്റത്തില്ല, ആത്മീയമായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് ബാക്കി മറ്റ് ഞായറാഴ്ചകൾ സാധിക്കുന്ന ദിവസവും ഇന്നും പോയിരുന്നു, നേരിട്ട് സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ യോഗ്യതയില്ലാതെ സ്വീകരിക്കുമ്പോൾ ഓരോ സമയത്തും ആ പാപമാണ്. ആ രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ വീണ്ടും ആ പാപത്തിൻ്റെ കാഠിന്യം കൂടുകയാണ്. അങ്ങനെ പലപ്പോഴാകുമ്പോഴോ തീർത്തും യൂദാസിൻ്റെ മനോഭാവമായിരിക്കും നമ്മൾക്കും ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുന്നു. നമ്മൾ അതുകൊണ്ട് ഈ കേട്ടവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതിനെപ്പറ്റിയുള്ള ഈ അറിവ് എല്ലാവരിലും ഉണ്ടാകട്ടെ. ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഉദ്ദേശിച്ചാണ് ഞാനിത് ചെയ്യുന്നത്, അറിവുള്ളവർക്ക് വേണ്ടിയല്ല. അറിവുള്ളവർ ധാരാളം കാണും, അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമൊക്കെ കാണും. അപ്പം മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി എത്രയും കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫേസ്ബുക്കിൻ്റെ കാര്യം എനിക്കത് റിലീസായി കിട്ടുന്നില്ല, അതുകൊണ്ട് ഫേസ്ബുക്കുകാർ ക്ഷമിക്കണം. അവർ ഇത് മനസ്സിലാക്കി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്ത് മുഴുവനായിട്ട് കേൾക്കണം. എനിക്കല്ല വീഡിയോ എൻ്റെ ഫോട്ടോ കാണുന്നതിനല്ല, ഇത് ഈ വചനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആ ദൈവിക ആ വെളിച്ചത്തിൽ, ആ അഭിനിവേശത്തിൽ വേണം നമ്മൾ വായിക്കാൻ. അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. ചിലരൊക്കെ ഓരോ കമൻറ്റുകൾ ഇടുന്ന കണ്ടാൽ നമുക്ക് വല്ലായ്മ തോന്നും. കാരണം ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു വാക്യം ആരെങ്കിലും പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുസ്തകത്തിൽ കണ്ടോ, എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ വന്ന് കമൻറ്റുകൾ തട്ടിവിടുന്നത് കാണാം. നമ്മൾ ഗുരുക്കന്മാർ, ശ്രേഷ്ഠരായ ധ്യാന ഗുരുക്കരുടെ പ്രസംഗത്തിലും ഒക്കെ കേട്ടുകൊണ്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, യേശു എങ്ങനെയാണ് ദൈവമാകുന്നത്, പിതാവിനോടാണല്ലോ പ്രാർത്ഥിച്ചത്, അതാണ് അത് ദൈവമാണ്, അത് ഏത് ദൈവമാണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പറയും. അപ്പോൾ അതൊക്കെ തെറ്റാണ്. ബൈബിൾ വചനം പഠിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് എനിക്കിത് അറിഞ്ഞുകൂടാ, കർത്താവ് ദൈവമേ എനിക്കിത് വെളിപ്പെടുത്തി തരണേ, സത്യം എന്നെ വെളിപ്പെടുത്തണേ, എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് വായിക്കണം. ദുഷ്ടമനസ്ഥിതിയോടല്ല, എങ്ങനെ വിമർശിക്കണം, എങ്ങനെ അധിക്ഷേപിക്കണം ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല വായിക്കേണ്ടത്. അവർക്കൊന്നും പിടികിട്ടത്തില്ല. സാത്താൻ്റെ വചനം മാത്രമേ, സാത്താൻ്റെ ബുദ്ധി മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമ്മളെ ഇതെല്ലാം ഗ്രഹിക്കാനും മറ്റുള്ളവർക്കും കൂടുതലായിട്ട് നമ്മൾക്ക് ജീവൻ പ്രാപിക്കുന്നതിന്, നിത്യജീവൻ പ്രാപിക്കുന്നതിനും നമ്മളെ സഹായിക്കട്ടെ. വരദാനങ്ങൾ നമ്മിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.